Hello friends, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഓട്ടോ ഫില്ലും മറ്റൊന്ന് ഫ്ലാഷ് ഫില്ലും ആണ്. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നും പലർക്കും അറിയില്ല. ഫ്ലാഷ് ഫില്ല് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഓട്ടോ ഫില്ലിനെ പറ്റിയിട്ടാണ്. എന്താണ് ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓട്ടോമാറ്റിക്കലി ഫിൽസ് എ സീരീസ് ഓഫ് ഡാറ്റ എന്ന് നമുക്ക് ഓട്ടോ ഫില്ലിനെ പറയാം. ഒരു എക്സാമ്പിളിലൂടെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എനിക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 50 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പേഴ്സ് എനിക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ 50 വരെ ടൈപ്പ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 1, 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിവിടെ ഈ ഒരു സെല്ലിൽ നിന്ന് ഞാൻ ഇവിടം വരെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ ഈ ഒരു കോർണറിൽ പ്ലസ് സൈൻ കാണാം അല്ലേ? ആ പ്ലസ് സൈൻ കാണുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 50 സ്റ്റുഡൻസ് ആണുള്ളത്. ഓക്കെ, 50 എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ട, 50 എത്തുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലും കാണുന്നുണ്ട്. കണ്ട, 49 അങ്ങനെ ഈ ഒരു പോർഷനിലും കാണുന്നുണ്ട്. 50 കാണുമ്പോൾ നമുക്കങ്ങ് ഡ്രോപ്പ് ചെയ്യാം. ദെൻ 50 വരെ എൻ്റർ ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? കണ്ടോ, 1 to 50 വരെ നമുക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓട്ടോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഓഡ് നമ്പേഴ്സ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. 1, 3 എന്ന് പറഞ്ഞിട്ട് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ 2 സെല്ലും സെലക്ട് ചെയ്യുക. ദെൻ ഈ പ്ലസ് സൈൻ കാണുമ്പോൾ കണ്ടോ, അത് ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്ത് വിടുക. കണ്ടോ, 1, 3, 5, 7, 9 എന്ന് പറഞ്ഞിട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു നമ്പർ, അതായത് ഈ 2 എക്സാമ്പിളിലും നമ്മൾ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇത് വർക്ക് ആവുമോ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ദെൻ ഞാൻ ഡ്രാഗ് ചെയ്തു ഡ്രോപ്പ് ചെയ്യുന്നു. കണ്ടോ, 1 തന്നെയാണ് വന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നോക്കാം. ഈ ഒരു അതായത് ഈ ഒരു ബോട്ടം പാർട്ടിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ ബോക്സ് കാണുന്നുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ ഓട്ടോഫിൽ ഓപ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ, ഇത് എന്തായാലും വർക്ക് ആവും. ഇൻ കേസ് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇങ്ങനെ താഴെ വന്നിട്ട് ഓട്ടോഫിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഉള്ളത് കോപ്പി സെൽസിലാണ്. കോപ്പി സെൽസ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എന്താണ് 1 തന്നെ, അതായത് ആ ഒരു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ സിംഗിൾ ഡാറ്റ 1 എന്ന് പറയുന്ന ആ ഡാറ്റ തന്നെ എല്ലാ സെല്ലിലേക്കും കോപ്പി ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ ഇത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഫിൽ സീരീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫിൽ സീരീസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ആവുകയാണ് ചെയ്തതെങ്കിൽ, അതായത് കോപ്പി സെൽസിലാണുള്ളതെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ബോട്ടം പാർട്ട് കാണുമ്പോൾ അവിടെ പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്പേഴ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സൺഡേ എന്ന് പറഞ്ഞിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഒറ്റൊരു ഡേ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് വർക്കാവുന്നതായിരിക്കും. ടെക്സ്റ്റിൻ്റെ കേസിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സാറ്റർഡേ ഇവിടെ കാണുന്നുണ്ട്, കണ്ടല്ലോ? സൈഡിൽ സാറ്റർഡേ കാണുമ്പോൾ ഞാൻ നിർത്തുകയാണ്. കണ്ടല്ലോ, എല്ലാം ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ സാറ്റർഡേ വരെയും എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഒറ്റയൊന്ന് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും വർക്കാവും. ജാനുവരി എന്ന് ഞാൻ മന്തിൻ്റെ നെയിം ഇട്ടു. ദെൻ എനിക്ക് ഡിസംബർ വരെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക. കണ്ടോ, ഡിസംബർ വരെ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഈസി അല്ലേ? ഇനി ഡേറ്റിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഒരു മന്ത് കംപ്ലീറ്റ് ആയിട്ടും അതിൽ എല്ലാ ഡേറ്റ്സും എൻ്റർ ചെയ്യണം എന്നിരിക്കട്ടെ. അതായത് ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ സെക്കൻഡ് മന്ത് ആണ്. ഇതിലെ ഫോർമാറ്റിംഗ് അനുസരിച്ച് മന്താണ് ആദ്യം വരിക. ദെൻ 1/2022 എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്കിത് അങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡേറ്റും എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഹാഷ് വന്നത് വേറൊന്നും കൊണ്ടല്ല, എന്താണ് കോളം വിഡ്ത്ത് കുറവായതുകൊണ്ടാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നോർമൽ ആവുന്നതായിരിക്കും. 13 വരെ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡേറ്റ്സിൻ്റെ കേസിൽ. അപ്പോൾ നമ്പേഴ്സിൻ്റെ ആയാലും ടെക്സ്റ്റിൻ്റെ കേസിലായാലും ഡേറ്റിൻ്റെ കേസിലായാലും നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഓട്ടോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലാഷ് ഫില്ല് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷീറ്റ് 2 എടുക്കുകയാണ് ഞാൻ. ഷീറ്റ് 2ൽ എനിക്കിവിടെ ഇത് പലരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഫുൾ നെയിം വേണം. അതായത് ഫസ്റ്റ് നെയിം ഇവിടെയുണ്ട്, ലാസ്റ്റ് നെയിം ഇവിടെയുണ്ട്, എന്നാൽ ഇവിടെ എന്താണ് വേണ്ടത്? ഫുൾ നെയിം ആണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഡാനിയൽ ബ്രൂസ്. ഓക്കെ, ദെൻ അടുത്തതിൽ സ്മിത്ത്. കണ്ട,
ഓട്ടോമാറ്റിക്കലി അത് വന്നു. ഓക്കെ, അതായത് ഈ ഒരു പാറ്റേൺ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. സ്മിത്ത് ജേക്കബ് എന്നാണ് എനിക്ക് അടുത്തത് വേണ്ടത്, ജാക്സൺ മെൽവിൻ എന്നാണ് അടുത്തത് വേണ്ടത് എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ തൊട്ടടുത്ത സെൽസുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഇവിടെ വരികയും ചെയ്തു. ഇനി നമ്മൾ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് വേണ്ട രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ല? അതായത് ഈ രണ്ട് സെല്ലിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയാം. അതായത് ഓട്ടോമാറ്റിക്കലി ഫിൽസ് യുവർ ഡാറ്റ വെൻ ഇറ്റ് ഐഡന്റിഫൈസ് എ പാറ്റേൺ. അല്ലെ, ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നമ്മുടെ ഡാറ്റയെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് തരും. ഇവിടെ എന്തുകൊണ്ടാണ് ഡാനിയൽ ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു, ജേക്കബ് എന്ന് ഇത് സ്മിത്ത് ജേക്കബ് എന്ന് എൻ്റർ ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ഡാറ്റയും വന്നത് ഇതിൻ്റെ നിയർ ബൈ സെൽസിൽ എന്താണ് അതിന് അറിയുന്ന ഡാറ്റ, അതായത് ഇതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഇവിടെ വന്നത്. ഓക്കെ, അതേസമയം ഞാനിവിടെ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ട് ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് അതേ റോയിലായാൽ പോലും ഇത് ഐഡന്റിഫൈ ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം. ഡാനിയൽ സ്മിത്ത് ജേക്കബ് എന്ന് പറഞ്ഞിട്ടും എൻ്റർ ചെയ്ത് കൊടുത്തു. പക്ഷെ നമ്മുടെ ഫ്ലാഷ് ഫിൽ ഇവിടെ വർക്ക് ആവുന്നില്ല. നേരത്തെ പോലെ നമുക്ക് ആ പാറ്റേൺ ഇവിടെ വരികയും അത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയർ ബൈ സെൽസിലായിരിക്കും നമ്മൾ ഫ്ലാഷ് ഫിൽ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായല്ല? ഇനിയിപ്പോൾ ഇതൊരു മെത്തേഡാണ്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫ്ലാഷ് ഫിൽ വർക്ക് ആവുന്നില്ല എന്ന്. അതായത് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ രണ്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ബാക്കി ഓട്ടോമാറ്റിക്കലി അവിടെ വരികയാണ് ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാനിവിടെ ജസ്റ്റ് ഇമെയിൽ കൂടി എൻ്റർ ചെയ്യാൻ പോവാണ്. ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ ഡാനിയൽ ബ്രൂസിനൊരു ഇമെയിൽ ID ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഡാനിയൽ ബ്രൂസ് @gmail ആണ് കൊടുക്കാൻ പോകുന്നത്. gmail.com എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ദെൻ എൻ്റർ കീ അടിച്ചു. ഇനി ഇതൊന്ന് കോളം വിഡ്ത്ത് വലുതാക്കാം. ഓക്കെ, ദെൻ ഞാൻ ഈ ഒരു സിംഗിൾ സെല്ല് മാത്രം, അതായത് സിംഗിൾ സെല്ല് മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കൺട്രോൾ കീയും ഇയും കൂടി പ്രസ് ചെയ്യണം. കണ്ടോ, ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. എന്താണ്? കൺട്രോൾ കീയും ഇയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ഫില്ല് വർക്ക് ആയിക്കോളും. അപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നവർ ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനി അതല്ലാണ്ട് വേറൊരു ടെക്നിക്ക് ഉണ്ട്. വർക്ക് ആവാത്തത് മിക്കവാറും എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ എടുക്കുക, ഫയലിൽ ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ, ഓപ്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഫിൽ, ഇത് ടിക്ക് മാർക്കിലല്ലേ ഉള്ളതെന്നൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ടിക്ക് മാർക്കിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ഇനി അടുത്ത ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നേരത്തെ നമ്മൾ ഓട്ടോ ഫില്ല് യൂസ് ചെയ്ത അതേപോലെ തന്നെ. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൂടി, അതായത് ഇപ്പോൾ ഈ ഡാനിയൽ ബ്രൂസിൻ്റെ B എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലല്ലേ ഉള്ളത്, അതിപ്പോൾ എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് തേർഡ് മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ഒപ്പം അതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുന്നതും കൂടി. അതായത് എല്ലാ പേരുകളും അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് നിങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല. ഒരു പേര് ഞാനിപ്പോൾ ഡാനിയൽ ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് വന്നത് എന്താണ്? ഡാനിയൽ ബ്രൂസ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓട്ടോഫിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദെൻ ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടുന്ന എല്ലാ പേരുകളും വന്നു കഴിഞ്ഞു. ഒപ്പം ഞാൻ കാണിച്ചു തന്നതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിലാണ് സെക്കൻഡ് ടെക്സ്റ്റിൻ്റെ എല്ലാ ലെറ്ററും, ആദ്യത്തെ എല്ലാ ലെറ്ററും എന്തായി ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൂടി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റയിൽ നമുക്കിങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എന്നിരിക്കട്ടെ, അതായത് നമ്മൾ എൻ്റർ ചെയ്തു പോയ ഡാറ്റകൾ മുഴുവനും സ്മോൾ ലെറ്ററിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, കേസ് ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരുപാട് യൂസസ് ഉണ്ട് ഫ്ലാഷ് ഫില്ലിന്. ഇനി അപ്പോൾ നമ്മൾ തേർഡ് മെത്തേഡ് കണ്ടു കഴിഞ്ഞു അല്ലേ. അതായത് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് രണ്ട് നെയിം എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കംപ്ലീറ്റും വന്നു. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഷോർട്ട് കട്ട് കൺട്രോൾ E യൂസ് ചെയ്തു. ദെൻ തേർഡ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തത്, ഫുള്ള് അതായത് ഒരു സെല്ലിൽ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ കോപ്പി സെൽസിൽ തന്നെയാണ് വന്ന് നടക്കുക. ദെൻ എന്താണ് ചെയ്തത്, അതിൽ നിന്ന് ഫ്ലാഷ് ഫില്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഫ്ലാഷ് ഫില്ലിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാനിപ്പോൾ ഫുൾ നെയിം എന്നുള്ള ഫുൾ നെയിമാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. അതായത് ഈ ഫുൾ നെയിമിൽ നിന്ന് എനിക്ക് എന്താണ് വേണ്ടത്, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഒരു ഫോർമുലയും ഒന്നിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഫ്ലാഷ് ഫില്ല് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഡാനിയൽ എന്ന് ടൈപ്പ് ചെയ്തു. പ്രാവശ്യവും ഞാൻ ഒരു സെല്ലിലാണ് ടൈപ്പ് ചെയ്യുന്നത്.
ദെൻ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഈ റൈറ്റ് കോർണറിൽ ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്മിത്ത്, ജാക്സൺ, കൊളിയർ, നെൽസൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ പേരും ഫസ്റ്റ് നെയിം മാത്രം ഇവിടെ വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാഷ് ഫില്ല്. നിങ്ങൾക്ക് അഥവാ ഇനി ഒരു ഇതിലും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും വർക്ക് ചെയ്യാണ്ടിരിക്കില്ല, പക്ഷെ പലരും മെസ്സേജ് ചെയ്യാറുണ്ട് ഫ്ലാഷ് ഫില്ല് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു റൈറ്റ് കോർണറിൽ വരിക, ഫിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, സെയിം വേ ഞാനിവിടെ ബ്രൂസ് എന്ന് പറഞ്ഞ സെക്കൻഡ് നെയിമും എനിക്കിതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്തു. ദെൻ കൺട്രോൾ ഇ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി പേരുകളൊക്കെ താഴേക്ക് വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാഷ് ഫില്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 മെത്തേഡ്സ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലേ. ഫ്ലാഷ് ഫില്ലും ഓട്ടോഫില്ലും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.